രണ്ട് പ്രധാന ചേരുവകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. 2 സംഭവങ്ങൾ മാത്രം മതിയാകും കേട്ടോ. അപ്പോൾ ഭയങ്കര സോഫ്റ്റും ഭയങ്കര ടേസ്റ്റും ഉള്ള ഈ ഒരു ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു 2 കപ്പ് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു 20-22 ലഡു വരെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അത്രയൊന്നും വേണ്ടെങ്കിൽ ഒരു കപ്പ് കടലപ്പൊടി എടുത്താൽ മതിയാവും കേട്ടോ. അതിലേക്ക് ഞാനൊരു പിഞ്ച് ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് കടലപ്പൊടിയിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ചീച്ച നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ഒരുമിച്ച് ഒഴിക്കേണ്ട, ചിലപ്പോൾ മുഴുവനായിട്ട് വേണ്ടി വരില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചീച്ച ഒഴിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ യെല്ലോ കളർ ലഡുവാണ് ഉണ്ടാക്കുന്നതെങ്കിലേ നമുക്ക് ഫുഡ് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് മഞ്ഞൾപ്പൊടി ഈ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. മാവ് മിക്സ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാൽ നമുക്ക് നല്ല മഞ്ഞ ലഡു കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ച് കളർ ലഡുവാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കളറൊന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് ഈ ഒരു നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് പോകുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ചൂടായോ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണേ. അപ്പോൾ കുറച്ച് ഇട്ടിട്ട് ഇങ്ങനെ വേഗം തന്നെ പൊന്തി വന്നാൽ നല്ല ചൂടായതാണ് കേട്ടോ. നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് വേഗം തന്നെ കോരിയെടുക്കാം കേട്ടോ. കുറേ നേരമൊന്നും എണ്ണയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 20 മുതൽ 30 സെക്കൻഡ് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആയിക്കിട്ടും കേട്ടോ. കൂടുതൽ നേരം നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് മുരിഞ്ഞു പോകും. അപ്പോൾ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റുള്ള ലഡു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് കോരിയെടുക്കാം കേട്ടോ. കുറേ നേരം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഞാൻ ഒരു 10-20 സെക്കൻഡൊക്കെ ആയപ്പോഴത്തേക്കും അത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും ഇതേപോലെ തന്നെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. വേഗം തന്നെ ആയിക്കിട്ടും കേട്ടോ. നമുക്ക് ഒരു 20 സെക്കൻഡൊക്കെ വെച്ചാൽ മതിയല്ലോ, അതുകൊണ്ട് തന്നെ വേഗം തന്നെ ആയിക്കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാ മാവും ഇതേപോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ മാവും ഇതേപോലെ ഞാനിതാ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതെന്ത് ചെയ്യാം, ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ വലിയ പീസസ് ആയിട്ടാണല്ലോ, അപ്പോൾ നമുക്കിത് ചെറുതാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഭയങ്കര പൊടിയായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു തരിയുള്ള രീതിയിൽ നമുക്ക് ഇത് മുഴുവനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അത് ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകണ്ട, കുറച്ചൊന്ന് തരി ഉള്ളത് പോലെ തന്നെ കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഞ്ചസാര പാനിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടലമാവ് അളന്ന ആ ഒരു കപ്പിൽ തന്നെയാണ് കേട്ടോ, ഒരു കപ്പിന് 2 കപ്പ് നേരത്തെ നമ്മൾ കടലപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതേപോലെ തന്നെ 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഏതൊരു പാത്രത്തിലാണോ അളക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ അളവെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തന്നെ തിളക്കട്ടെ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നമ്മളുടെ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഓറഞ്ച് ലഡു ആണ് ഇടുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ഓറഞ്ച് റെഡ് കളറ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി അതേപോലെ തിളച്ച് വരണം കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും വേഗം തന്നെ തിളച്ച് വരും. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ കയ്യിലൊക്കെ ഒന്ന് ഒട്ടുന്ന രീതി ആയാൽ മതി കേട്ടോ. ഒറ്റ നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. ഒന്ന് ഒട്ടുന്ന രീതി ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കടലമാവിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇടുമ്പോൾ അത് കുറേ വെള്ളം ഉണ്ടല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ ഒരു നമ്മൾ പൊടിച്ച് വെച്ച സംഭവത്തിലേക്ക് പഞ്ചസാര സിറപ്പൊക്കെ ഇറങ്ങി വരണ്ടേ. അപ്പം ആ ഒരു ടൈമിനേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഒന്ന് കുറുകി കഴിഞ്ഞാൽ നമുക്കിത് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്ത് നട്ട്സാണോ ഉള്ളത് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നട്ട്സ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതേപോലെ ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ഉരുണ്ട പിടിക്കാം കേട്ടോ. ഭയങ്കരമായിട്ട് ചൂടാറി പോവരുത്, എന്നാൽ നല്ല ചൂടിലും പിടിക്കേണ്ട കേട്ടോ, കൈ പൊള്ളിപ്പോകും. അപ്പോൾ നമുക്ക് കയ്യിന് പിടിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ചൂടാകുമ്പോൾ ഇതേപോലെ ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റിലുള്ള ഒരു ലഡുവാണ് കേട്ടോ. നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്തൊരു ആഘോഷം വന്നാലും നമുക്ക് സന്തോഷം വന്നാലും ഫസ്റ്റ് കൊടുക്കുന്ന സംഭവം ലഡുവാണല്ലേ. പിന്നെ ദീപാവലിയൊക്കെ ആവാനായി. അപ്പോൾ അതെന്തായാലും നമ്മൾ മധുരം ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസി അല്ലേ, വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേപോലെ അടിപൊളിയായിട്ട് ലഡു ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര സോഫ്റ്റുമാണ് കേട്ടോ.